ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഭംഗിയുള്ളൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിലുള്ള കളർ പേപ്പർ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത ഈ റൗണ്ടിനെ നമുക്ക് ഒന്നും കൂടെ ഉള്ളിലേക്കൊന്ന് റൗണ്ടിൽ സ്പ്രിങ് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡ് വരെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കരുത്, ഒന്ന് ലൂസിൽ വേണം ചുറ്റിയെടുക്കാൻ. ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മളൊന്ന് പശ തേച്ചിട്ട് താഴ് ഭാഗത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതുപോലത്തെ ഒരുപാട് ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിങ്ക് കളറിലുള്ളൊരു A4 ഷീറ്റാണ്. അത് നമുക്കൊന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്തിട്ട് താഴ് ഭാഗം ഒന്ന് നല്ലതുപോലെ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് വേണം. അതിൻ്റെ ഉള്ളിൽ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ റൗണ്ടിലുള്ളൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ ഒട്ടിച്ച് കൊടുക്കുന്ന കാർഡ്ബോർഡിലാണ് നമ്മൾ ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോ ഫ്ലവറും നല്ല നീറ്റായിട്ട് ഗ്യാപ്പ് ഒന്നും കാണാത്ത രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കളർ പേപ്പേഴ്സ് മാത്രം മതി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ലവേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. ഇതിപ്പോൾ ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റെഡ് റിബണാണ്. ആ റിബൺ നമുക്കൊന്ന് സെൻട്രലായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഒരു ബോ ഷേപ്പിൽ വേണം കെട്ടിക്കൊടുക്കാൻ. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.